അപ്പുറത്തേക്ക് ചെല്ലുക. മിണ്ടാനറിയാത്ത മക്കൾ നിൽക്കുന്നുണ്ട്. ആംഗ്യ ഭാഷയിലൂടെ കേൾക്കാനും മിണ്ടാനും ഒക്കെ അറിയാത്ത ആളുകൾ അവിടുന്ന് ആംഗ്യ ഭാഷയിലൂടെ സംവദിക്കുകയാണ്. പക്ഷേ അവരുടെ സംവാദങ്ങൾ ഏതോ തെരുവിലേക്ക് യാചകരായി പോയിരുന്നെങ്കിൽ അവർ ആരാലോ ഉപയോഗിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളായി മാറുമായിരുന്നു. ഒരുപാട് മിണ്ടാപ്രാണികൾ തോന്നിവാസികളുടെ ഇരകളായി മാറിയിട്ടുണ്ട്. തെരുവിന്റെ മക്കളായി ജീവിതം ഹോമിക്കപ്പെട്ടു പോയവരുണ്ട്. കാലം അവരെ ആരെയും തിരിച്ചു നോക്കിയില്ല. ഒരുപാട് കെട്ടിടങ്ങളും മാളികകളും ഉയർത്തിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ സമരമുറകൾ ഉയർത്തിയവരുണ്ടാകാം. പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട അംഗവൈകല്യമുള്ളവരെ കണ്ടറിയാൻ പല ആളുകൾക്കും കഴിയാതെ പോയി. അപ്പോഴാണ് ഇവരുടെ ആംഗ്യഭാഷ പോലും ആത്മീയതയുടെ നിറധരിയാക്കി മാറ്റി കൃത്യമായി നിസ്കാരവും ശിക്ഷണവും അതുപോലെ ആത്മീയമായ ബോധമുള്ളവരാക്കി മാറ്റിക്കൊണ്ടുവരാൻ മഅദിൻ വിദ്യാലയത്തിലേക്ക്, ബധിരമൂക വിദ്യാലയത്തിലേക്ക് വന്ന മക്കളെ ഏറ്റെടുത്തുകൊണ്ട് ആവശ്യമായ ശിക്ഷണം നൽകുകയാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ കവാടങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ഹൃദയഭേദകമായ രംഗങ്ങൾ കണ്ടുകൊണ്ട് പോകുമ്പോഴാണ് അപ്പുറത്ത് മെന്റലി ബാക്ക്വേർഡായ കുറച്ചാളുകളെ കാണാൻ കഴിയുന്നത്. മഅദിൻ എന്ന മഹാസമുച്ചയത്തെ അറിയാൻ സ്വലാത്തിന്റെ നഗരിയിൽ പാരാവാരം പോലെ പടർന്നു കിടക്കുന്ന ജനസമുച്ചയത്തെ മാത്രം കണ്ടുപോകുമ്പോ ഇതിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഇതിന്റെ തണലനുഭവിക്കുന്ന മന്ദബുദ്ധികളായ അല്ലെങ്കിൽ ബുദ്ധിപരമായി പിന്നാക്കമുള്ള മക്കളുടെ അവസ്ഥ ഈ സ്വലാത്ത് നഗരിയിലേക്ക് വരുന്നവർ പലപ്പോഴും കാണാറില്ല. റോഡിന്റെ അപ്പുറത്തതാ സ്ഥിതി കൊള്ളുന്ന അന്ധമൂക ബധിര വിദ്യാലയങ്ങളിലെ അന്തേവാസികളായ മക്കളുടെ ഗതിവിഗതികൾ നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയുന്നില്ല. പാരാവാര സമാനമായ മനുഷ്യ സാമ്രാജ്യത്തിന്റെ നടുവിൽ ആത്മീയതയുടെ അമരക്കാരൻ അസ്സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ നിൽക്കുമ്പോ ഈ സ്വലാത്തിന്റെ നഗരി മാത്രമാണ് ഇവിടെ പാകപ്പെട്ടതെന്ന് ചിലപ്പോൾ മനസ്സിലായി പോകും. ഇല്ല, പിന്നാമ്പുരങ്ങളിലും ഗിരിശൃംഖങ്ങളിലും ഉയർന്നു നിൽക്കുന്ന വൈജ്ഞാനിക നികേതനങ്ങളുടെ മഹനീയമായൊരു സമുച്ചയത്തെയും ഒരു സാമ്രാജ്യത്തെയും നയിച്ചുകൊണ്ടാണ് കാലത്തെ കീഴടക്കാൻ യോഗ്യനായ മഹാനായ പണ്ഡിത ശ്രേഷ്ഠർ അവിടുത്തെ ദ്രുതചലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മഹനീയമായ മലപ്പുറത്തിന്റെ പഴയകാല പൈതൃകത്തിന്റെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള മഹത്തായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇന്നലകളിൽ മലപ്പുറത്ത് ഷഹീദായി വീണ മഹാന്മാരായ ശുഹദാക്കൾ കൊതിച്ചിട്ടുണ്ടാകണം ഇവിടെ മനോഹരമായൊരു പള്ളിയിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി ആരാധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ഉയരുകയും ചെയ്യുന്ന കേരളത്തിലെ സുമോഹനവും മനോഹരവുമായൊരു പള്ളി ഞങ്ങളുടെ ചാരത്ത് മലപ്പുറത്തിന്റെ മണ്ണിൽ വരണമെന്ന് അവരാഗ്രഹിച്ചിട്ടുണ്ടാകണം. ഒരോലക്കൊടിക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇറങ്ങിയപ്പോഴും അള്ളാഹുവിന്റെ പവിത്രമായ വീടായിരുന്നു അവർ സ്വപ്നം കണ്ടത്. നാം മനസ്സിലാക്കേണ്ടത് അത് കാലോചിതമായി ഏറ്റെടുത്ത് ദൗത്യം നിർവഹിച്ച് മലപ്പുറം ശുഹദാക്കളുടെ സ്വപ്നം പൂവണിയിക്കാൻ കാലം ദാനമായി സമ്മാനമായി നൽകിയ അഹ്ലുബൈത്തിന്റെ പൊന്നോമന പുത്രനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയതാ മെന്റലി ബാക്ക്വേർഡായ കുട്ടികളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴാണ് കുടുംബങ്ങളിൽ പോലും അവഗണിക്കപ്പെട്ട മക്കൾ 100ഓളം വരുന്ന മെന്റലി ബാക്ക്വേർഡായ പാവപ്പെട്ട മക്കളെ മഅദിൻ 2 കൈയും നീട്ടി ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കാം, അവരെ പഠിപ്പിച്ച് ഈ സ്ഥാപനത്തിന്റെ സേവകരാക്കാൻ കഴിയണമെന്നില്ല. ഭൂരിപക്ഷവും അങ്ങനെ പ്രതീക്ഷിക്കപ്പെടേണ്ടതല്ല. വാപ്പയും ഉമ്മയും ഒക്കെ ഒരു മകൻ മന്ദബുദ്ധിയായാൽ ആരുമറിയാതെ വീട്ടിൽ തളച്ചിടണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപകടകരമായി പട്ടിക്കൂട്ടിൽ കെട്ടിയിട്ടിട്ട് സാമൂഹ്യ സേവകന്മാർ കടന്നു ചെന്നിട്ട് രക്ഷ കൊടുത്തവരുണ്ട്. ഇന്നും സൂര്യന്റെ വെളിച്ചം കിട്ടാതെ അടച്ചു കൂട്ടപ്പെട്ട മുറികളിൽ കിടക്കുന്ന പാവപ്പെട്ടവരുണ്ട്. ഇല്ല, ഇവരെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇവരാണ് നാളെ സ്വർഗത്തിൽ ആദ്യമേ കിടക്കുന്നവർ. അവർക്ക് വിവേകത്തിന്റെ വിവേകശൂന്യതകളില്ല, അവർക്ക് ബോധത്തിന്റെ അരുതായ്മകളില്ല. അവർ ഈ ലോകമറിയാതെ ജീവിക്കുന്നവർ. നമ്മെപ്പോലെ വിവേകം കിട്ടിയിട്ട് തെറ്റുകൾ ചെയ്യുന്നവരല്ല, നമ്മെപ്പോലെ അവസരം കിട്ടിയിട്ട് തോന്നിവാസങ്ങൾ ചെയ്യുന്നവരല്ല. അങ്ങനെ പാവപ്പെട്ട ബുദ്ധിപരമായി പിന്നാക്കം നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഏറ്റെടുത്തു കൊണ്ടുവന്നു. നാളെ ഈ സ്ഥാപനത്തിന്റെ സേവകന്മാരോ ഓർഗനൈസർമാരോ ആകാനല്ല, അവർക്ക് വേണ്ടി സംരക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോ അന്ത ഉമ്മുൻ അമ്മബൂ മാറായിനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി
നബി فإذا رحمت فأنت أم أبو آذان في الدنيا هم الرحماء. അല്ലയോ പ്രിയപ്പെട്ട നബിയെ, അവിടുന്ന് കാരുണ്യം ചെയ്യുമ്പോ അവിടുന്ന് വാപ്പയും ഉമ്മയുമാണെന്ന് തോന്നിപ്പോകും. ഹാദാനി ഫിദ്ദുനിയാ ഹുമർ റുഹമാഉ, അവരല്ലേ ഈ ലോകത്ത് നമുക്ക് കാരുണ്യത്തിന്റെ വിരിപ്പുകൾ വിരിച്ചു തരുന്നത്. എന്നാൽ ആ കവിതയേക്കാൾ വളരെ മനോഹരമാണ് കേരളത്തിന്റെ മണ്ണിലിരുന്ന് മഖ്ദൂം തങ്ങൾ നെയ്തെടുത്ത കവിത. അന്ത ഉമ്മുൻ അബൂ, ഉമ്മയോ അമ്പാപ്പയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. സ്വന്തം വാപ്പായും ഉമ്മായും ഏറ്റെടുക്കാൻ കഴിയാത്ത, സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കാൻ പറ്റാത്ത സ്നേഹതാരല്യങ്ങൾ, അവധി ദിവസങ്ങളിൽ പോലും കൂട്ടിക്കൊണ്ടുപോകാൻ രക്ഷിതാക്കളില്ലാത്ത മക്കളെയാണ് ലോകത്തിന് മുഴുവനും കാരുണ്യമായ പൊന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ ഇവിടെ ഏറ്റെടുത്തിട്ട് ആത്മീയ ചക്രവാളത്തിന്റെ അമരത്തിരുന്ന് സാമൂഹിക അംഗീകാരത്തിന്റെ തേരിൽ മുന്നോട്ട് പോകുമ്പോഴും പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനിറങ്ങിയ സയ്യിദ് അവറുകളുടെ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് സമാധാനം അനുഭവിക്കുന്നവർ, അവിടുത്തെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിന്റെയും ഫലമായി നിരവധി മക്കൾ ബുദ്ധിപരമായി മുന്നോക്കം വന്നവരുണ്ട്, ബുദ്ധിപരമായി കുറച്ചൊക്കെ ഫോർവേഡായവരുണ്ട്, ആക്രമണ സ്വഭാവത്തിൽ നിന്ന് മാറി വന്നവരുണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കൈത്തൊഴിലുകളിലേക്ക് വരെ ഇടപെടുന്ന വിധത്തിലേക്ക് ആ മക്കളെ പാകപ്പെടുത്തിക്കൊണ്ടുവരാൻ മഅദിനിന്റെ ബുദ്ധിമാന്യ പരിചരണ കേന്ദ്രത്തിന് സാധിക്കുന്നുണ്ട്. അതെല്ലാം ഉന്നത സ്ഥാപന സമുച്ചയമായി വളർന്നു വരാൻ കാലം കാത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, 26 സ്ഥാപന സേവന പരിചരണ വിഭാഗങ്ങളുമായി മുന്നോട്ട് പോകുന്ന മഅദിൻ ഏകദേശം 13,500ഓളം വരുന്ന മക്കളെയാണ് അവർക്ക് വിജ്ഞാനവും അവർക്ക് ആവശ്യമായ ആത്മീയ ബോധവുമെല്ലാം കൊടുത്ത് ഈ സ്ഥാപനം പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലകളിൽ ഒരു സ്വലാത്തിന്റെ നേതൃത്വം കൊടുത്ത സയ്യിദ് അവറുകളല്ല ഇന്ന് വിദേശ രാജ്യങ്ങളിൽ അംഗീകാരത്തിന്റെ വിരിപ്പുകളാൽ സ്വീകരിക്കപ്പെടുന്ന നേതാവ്. ഈ മഅദിനെന്ന് പറയുന്ന മലപ്പുറത്തിന്റെ ഗിരിശൃംഗത്തിൽ ഉയർന്നു നിൽക്കുന്ന സ്ഥാപനത്തിന് അംഗീകാരത്തിന്റെ സമ്മതപത്രം കൊടുക്കുവാൻ ലോകപ്രസിദ്ധമായ KL-ലെ മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി 2 കൈയും നീട്ടി സ്വീകരിച്ചത് സയ്യിദ് അവറുകളുടെ സേവനത്തെയും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെയും കണ്ടറിഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, ഈ സമുദായത്തിന്റെ മുച്ചൂടുമുള്ള മുന്നോട്ട് പോക്കിനെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ സ്വപ്നം കണ്ടത്. പ്രവാസത്തിന്റെ പ്രയാസത്തിനിടയിൽ വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നവൻ ഭാഷയറിയാത്തതിന്റെ പേരിൽ വേദനിക്കുന്നുണ്ട്. അത് പാടില്ല. നമ്മുടെ മക്കളും സഹോദരങ്ങളും പ്രവാസ ജീവിതത്തിന്റെ അധ്വാനത്തിനിടയിൽ അഭിമാനകരമായ ജോലി ചെയ്യാൻ അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രയാസമുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് മഅദിൻ ലാംഗ്വേജ് അക്കാദമിയിലൂടെ നൂറുകണക്കിന് ആളുകൾക്ക് ആംഗലേയ ഭാഷ കൈകാര്യം ചെയ്യുവാനും അവർക്ക് വിദേശ രാജ്യത്തുള്ള ജോലി സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും വളരെ വിജയകരമായ ബാച്ചുകളിലൂടെ ലാംഗ്വേജ് അക്കാദമി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് പോളിടെക്നിക്കിന്റെയും ITC-യുടെയും രംഗത്തേക്ക് ഈ സമൂഹത്തിന്റെ മക്കൾ ക്രിയാത്മകമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ജോലി സാധ്യതകളിലും കടന്നു വരണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കണ്ടറിയുകയാണ്. കാലത്തെ പണിയാനുള്ള ഋഷിവര്യന്മാരായ മഹാന്മാർക്ക് ലോകത്തിന്റെയും കാലത്തിന്റെയും സ്വരഭേദങ്ങളെ കണ്ടറിയാനും ആവശ്യമായ കാൽവെപ്പുകൾ നടത്താനും നാഥനായ അല്ലാഹു തആല അനുഗ്രഹത്തിന്റെ തീർത്ഥം കൊടുക്കുകയാണ്. എവിടെയാണ് ഈ സമൂഹം അവിടുന്ന് വിഷമം അനുഭവിക്കുന്നതെന്ന് കണ്ടറിയുകയും അവരുടെ സ്പന്ദനത്തിന് ആക്കം കൂട്ടുകയും ചെയ്ത് ലോകത്തിന്റെ മുഖ്യധാരയിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അവിടുത്തെ ലാംഗ്വേജ് അക്കാദമിയിലൂടെയും മോഡൽ അക്കാദമിയിലൂടെയും ദഅവാ കോളേജിലൂടെയും ITC-യിലൂടെയും അതുപോലെ തന്നെ പോളിടെക്നിക്കിലൂടെയുമെല്ലാം കോടിക്കണക്കിന് ബാധ്യതകളെ ആത്മധൈര്യത്തിന്റെയും ആത്മീയ ബോധത്തിന്റെയും പിൻബലം കൊണ്ട് മാത്രം ഏറ്റെടുക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കാലത്തെ തിരുത്തി എഴുതുവാനുള്ള വൈജ്ഞാനിക വിപ്ലവത്തിന്റെ മുഖ്യധാരയിലേക്ക് മഅദിനിന്റെ പബ്ലിക് സ്കൂൾ കടന്നു വരുമ്പോ 25
ആയിരത്തോളം വരുന്ന മേലാളന്മാരുടെ വിദ്യാനികേതനുകൾ മറുഭാഗത്ത് മാറി നിൽക്കുമ്പോ ആത്മീയതയുടെ ശിക്ഷണ വഴിയിലൂടെ ഒരുപാട് മക്കളുടെ നിർമ്മലമായ ഹൃദയങ്ങളിൽ ധർമ്മത്തിന്റെ ബോധം സ്ഥാപിച്ചെടുക്കാനും മാതാപിതാക്കളുടെ അടുക്കലേക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് മുസൽമാന്റെ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് കടന്നു ചെല്ലുകയും അള്ളാഹുവിനെ അറിയുന്നതോടൊപ്പം കാലത്തിന്റെ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും നിറഞ്ഞു നിൽക്കാൻ പക്വതയുള്ള സന്താനങ്ങളെയാണ് മഅദിൻ പബ്ലിക് സ്കൂളും ഹയർ സെക്കൻഡറിയുമെല്ലാം പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമീപ പ്രദേശത്തെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള സ്കൂൾ എന്ന് മാത്രമല്ല, പ്രതിവർഷം ഈ വർഷം മാത്രം 1000-ഓളം വരുന്ന അഡ്മിഷൻ സ്വീകരിക്കുവാൻ മാത്രം വ്യുൽപ്പത്തിയിലേക്ക് നമ്മുടെ ഇംഗ്ലീഷ് സ്കൂൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിൽ ചെയ്തു തീർക്കേണ്ടത് ഒരു ചെറിയ കാലഘട്ടത്തിന്റെ കാൽവെപ്പിലൂടെ മാത്രം സാധിച്ചെടുക്കുകയാണ് മഅദിനിന്റെ മണൽത്തരികളിലൂടെ നമുക്ക് സാക്ഷിയാകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ സന്ദർശിക്കുവാനും ഇതിന്റെ സ്പന്ദനങ്ങൾ അറിയുവാനും ഇതാ വ്യത്യസ്ത ഭാഗങ്ങളിൽ പരന്നു കിടക്കുന്ന സ്ഥാപന മേഖലകളെ കണ്ടറിയുവാനും ലോകത്തിനാവശ്യമായ സന്ദേശ പ്രവർത്തനങ്ങളാണ് മഅദിൻ മുന്നോട്ട് വെക്കുന്നതെന്ന് മനസ്സിലാക്കി കൈത്താങ്ങും സഹായവുമാകാനും നമ്മുടെ ഈ സ്ഥാപന വേദിക്ക് സാധ്യമാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ കേവലമായ ഒരു വിദ്യാർത്ഥി മേഖലയിൽ മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിൽക്കുന്നത്. അരമനകളുടെ അകത്തളങ്ങളിൽ കൃത്യമായ ശിക്ഷണങ്ങൾ രൂപപ്പെടുമ്പോഴേ നാളെയുടെ സന്താനങ്ങൾ കൃത്യമായ താരല്യങ്ങൾ അനുഭവിക്കുകയുള്ളൂ എന്ന് സയ്യിദ് അവர்கள் തിരിച്ചറിയുകയാണ്. തിരുത്തേണ്ട മേഖലകളിൽ തിരുത്തൽ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് പാഠശാലയിലേക്ക് കിട്ടുമ്പോൾ തിരുത്തുന്നതിന് മുമ്പ് ഉമ്മയാകുന്ന ആദ്യ പാഠശാല പാകപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവர்கள் കണ്ടറിയുകയാണ്. അങ്ങനെയാണ് പരന്നു കിടക്കുന്ന ഈ മലപ്പുറത്തിന്റെ പരിസര പ്രദേശങ്ങളിലെ പരസ്യതം വരുന്ന സഹോദരിമാരെ സ്ഥാപനത്തിന്റെ സൗകര്യത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പ്രതിമാസ വനിതാ ക്ലാസ്സിലൂടെ ആവശ്യമായ ആത്മീയ ബോധവൽക്കരണം നൽകി. എങ്ങനെയാണ് ഭർത്താവിനെ ആദരിക്കേണ്ടതെന്ന് അവളെ പഠിപ്പിച്ചു കൊടുത്തു, എങ്ങനെയാണ് ശിക്ഷണം നടത്തേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ മാതൃകാ യോഗ്യരായ നിരവധി സഹോദരിമാരെ പാകപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ സ്ഥാപനത്തിന്റെ വനിതാ ക്ലാസ്സിന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സഹോദരന്മാർ അവരുടെ സ്വകാര്യ ജീവിതത്തിന്റെ സന്തോഷ സന്താപ മേഖലകളിൽ മഅദിൻ അവർക്ക് ചെയ്തു കൊടുത്ത താരല്യത്തിന്റെ കരസ്പർശം അറിഞ്ഞുകൊണ്ട് സയ്യിദ് അവരുടെ കരം കവർന്ന് ചുംബിക്കാൻ കടന്നു വന്നിട്ടുള്ളത് മഅദിനിന് കിട്ടിയ ദാനവും സമ്മാനവുമായി മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അതുപോലെ പരിശുദ്ധമായ ഖുർആനിന്റെ ആത്മീയ ആഴങ്ങളിലേക്കും പുതിയ സമൂഹത്തെ ആധ്യാത്മികതയുടെ വെളിച്ചത്തിലേക്കും നൽകുവാൻ കൃത്യമായി മുടങ്ങാതെ ഞായറാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന മാതൃകായോഗ്യമായ ഖുർആൻ ക്ലാസ്സിലൂടെ സമീപ പ്രദേശത്തുള്ള 1000-ഓളം വരുന്ന സ്ഥിരാംഗങ്ങൾ വന്നുകൊണ്ട് ആത്മീയതയുടെ ഊർജം ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണ്. മലിനവൽക്കരിക്കപ്പെട്ട പുതിയ സമൂഹത്തിന്റെ ഇടയിലേക്ക് തെറ്റുകളിലേക്ക് പിടിച്ചു വലിക്കാൻ ഇടയുള്ളപ്പോ ഞായറാഴ്ച രാവിലെ മഅദിനിലെ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു സ്പിരിച്വൽ എനർജി കൊണ്ടാണ് പല ആളുകളും അരുതായ്മയിലേക്ക് പെട്ടുപോകാതെ അടുത്ത ആഴ്ചയിലും ആ ഊർജത്തെ ഏറ്റെടുക്കാൻ അവർ തിരിച്ചു വരുന്നത്. അങ്ങനെ ഈ ഒരു പ്രദേശത്തെ മുഴുവനും അടുക്കളയും അന്താരാഷ്ട്രവും സ്വകാര്യതയും പരസ്യവും മുഴുവനും പാകപ്പെടുത്തിയെടുത്തപ്പോൾ മലപ്പുറത്തിന്റെ ഹൃദയസ്ഥലികളിൽ മഅദിൻ ഇടം പിടിക്കുകയും മഅദിനു വേണ്ടി സർവസ്വവും സമർപ്പിക്കാൻ ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഗ്രാൻഡ് മോസ്കിൽ നിറഞ്ഞു കവിയുന്ന ജമാഅത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ നറുമുറ്റത്ത് ദിവസേന റമദാനിലെ 30 ദിവസവും ഒരുങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരുപോലെ സമ്മേളിക്കുന്ന ഇഫ്താർ മീറ്റ്. ഇത്രയും വ്യാപകമായൊരു സംഗമം ഒരുപക്ഷെ കേരളത്തിൽ വേറെവിടെയും ഉണ്ടാകണമെന്നില്ല. അതാ പ്രിയപ്പെട്ട സഹോദരിമാര് രാവിലെ മുതൽ ഉച്ചവരെ മഅദിനിന്റെ പ്രിയപ്പെട്ട മുറ്റത്തേക്ക് വന്ന് 4000-ഓ 5000-ഓ വരുന്ന സഹോദരിമാരോടൊപ്പം ഇരുന്നു കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാഠഭാഗങ്ങളെ അറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് എനിക്ക് വിജ്ഞാനത്തിന്റെ വിരുന്നൊരുക്കിയ ആ തിരുമുറ്റത്തേക്ക് വൈകുന്നേരമാകുമ്പോൾ ഒരുപാട് വിശ്വാസികൾ എത്തിച്ചേരും. അവർക്ക് ഭക്ഷണത്തിന്റെ വിരുന്നു കൂട്ട് നടത്തേണ്ടത് എന്റെ ദൗത്യമാണെന്ന് ഈ നാട്ടിലെ ഉമ്മ ഏറ്റെടുക്കുകയാണ്, സഹോദരി ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണ് മഅദിനിന്റെ നറുമുറ്റത്ത് റമദാനിന്റെ എല്ലാ
എല്ലാ സന്ധ്യകളിലും ഇഫ്താർ മീറ്റുകളിൽ ആയിരങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണ വിഭവങ്ങൾ തളികയിലേക്ക് എത്തിക്കുന്നതിൽ മഅദിനിന്റെ വനിതാ ക്ലാസ്സിലൂടെ ആത്മീയ ശിക്ഷണം തേടിയ പാവപ്പെട്ട സഹോദരിമാരുടെ സേവനത്തിന്റെ ഫലങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുല്യവും അവാച്യവുമായ ഒരു വിപ്ലവത്തിന്റെ ശക്തമായ മുന്നോട്ട് പോക്കാണ് മഅദിൻ ഇവിടെ സാധ്യമാക്കുന്നത്. പലപ്പോഴും മഅദിനെ കുറിച്ച് പറയുമ്പോൾ മദീനയുടെ ചിത്രം മനസ്സിലേക്ക് വരികയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാരഥ്യമരുളുന്ന മദീന, ആ മദീനയുടെ പള്ളിയോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കേവലം ഒരു പള്ളിയുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, സമൂഹത്തിന്റെ സകല തലങ്ങളെയും ഉൾക്കൊള്ളുന്ന സേവന സഹായ കാരുണ്യ ഹസ്തങ്ങളെയാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ മനസ്സ് ഭാരങ്ങൾ കാണുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള സന്നദ്ധതയും വേദനയും നോവും കാണുമ്പോൾ അതിനെ നിർവഹിച്ചു കൊടുക്കുവാനുള്ള കാരുണ്യത്തിന്റെ അടയാളങ്ങളുമാണ്. അപകടങ്ങളിലൂടെയോ പ്രകൃതി ദുരന്തങ്ങളിലൂടെയോ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളെ മുഴുവൻ സംരക്ഷണവും ഏറ്റെടുക്കാൻ പലപ്പോഴും സയ്യിദ് അവറുകളുടെ ആദരണീയമായ കരം മുന്നോട്ട് വന്നിട്ടുണ്ട്. സമീപകാലത്ത് അപകടത്തിൽ ദുരന്തമേറ്റൊരു മുസ്ലിം കുടുംബത്തിന്റെ മക്കളുടെ ഭാരം മുഴുവനും ഈ സ്ഥാപനം ഏറ്റെടുക്കുകയാണ്, അവർക്ക് സമാധാനം പകർന്നു കൊടുക്കാൻ.